മൈ ഡിയർ ഗൈസ് നമ്മളൊരു പിങ്ക് ജേർണലും ചെയ്യാം കേട്ടോ. നമ്മൾ ഇനി ഉള്ള എല്ലാ വീഡിയോസിലും നമുക്ക് പിങ്ക് ജേർണൽ ഞാൻ ഒരുപാട് തീമിൽ നമുക്ക് ചെയ്യാട്ടെ. ഏതൊക്കെ തീമാണ് വേണമെന്ന് കമൻറ്റ് ബില്ലോ കേട്ടോ. അപ്പോൾ അതാ ഇനി മുതൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ജേർണലിസം ഒരുപാട് ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഇതാ ഈ ഒരു ചൈനീസത്തെ തോന്നുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് ബ്രഷ് പെന്ന് പോലത്തെ സാധനങ്ങൾ കൊണ്ടിട്ട് ഗൈസ് ഇനി നമ്മൾ തുടങ്ങാറ്. അതാണ് എൻ്റെ സെറ്റ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് പറയുകയാണ് ഇതിലത്തെ. ഒരുപാട് കളർ യൂസ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഒരുപാട് ജേർണൽ ചെയ്യുമ്പോഴൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം, ഇതിപ്പോൾ ഞാനിപ്പോൾ അടുത്ത് ചെയ്തൊരു ജേർണൽ കേട്ടോ. എങ്ങനെ ഉണ്ടെന്ന് പറയണം. ഇപ്പം നമ്മൾ ചെയ്യാൻ പോണത് എവിടെയെന്ന് വെച്ചാൽ ഇവിടെ ഏകദേശമൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ട് കളറ്. നമുക്ക് ഈ ഒരു പേജിൽ പിടിക്കാം കേട്ടോ. ആ പേജ് വേണ്ട, ഇവിടെ പിടിക്കാം. എന്നിട്ട് ഇങ്ങനത്തെ കുറച്ച് കള്ളികൾ പോലെ നമുക്ക് വരച്ചെടുക്കാം. പിന്നെ കുറച്ച് ലവ് ചിഹ്നങ്ങൾ വരച്ചെടുക്കാം. ഏത് ദൈവം നമ്മൾ ചെയ്യണത് പിങ്ക് അല്ലേ? അപ്പോൾ പിങ്ക് എന്ന് എടുത്തത് വെച്ചിട്ടുണ്ട്. പിന്നെ തീമിന് എഴുതി വെച്ചിട്ടുണ്ട്. തീമിന് അത് ചെറുതായിട്ട് ചെരിഞ്ഞോ? ഇല്ല. അതൊരു ഫ്ലവറും കൂടി ഞാനിതാ വെച്ചിട്ടുണ്ട് കേട്ടോ. അതും ഞാനിതാ ഇങ്ങനത്തെ ഈ ഒരു പിങ്ക് കളറിൽ തന്നെ ബ്രഷ് പെന്ന് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ വെച്ചിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് ഇതിപ്പോൾ ഞാൻ എവിടെ ഒട്ടിക്കും? ഒരു ഇവിടെ മതി. ഇവിടെ തന്നെ നമുക്ക് ഉറപ്പിക്കാം കേട്ടോ. അപ്പം ഞാനിതാ ഇത് ഇവിടെയാണ് ഞാൻ ഒട്ടിച്ചിട്ടുള്ളത്. ഒരു റേറ്റ് ആയിക്കോട്ടെ, എവിടെയെങ്കിലും വേണം നമുക്കൊക്കെ. പിന്നെ ഞാനത് ഇങ്ങനത്തെ ഈ ഒരു ഗമ്മാട്ടെ പുതിയ ഗമ്മ് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് കാണിച്ചാൽ മറന്നു. ഇത് ഞാനില്ലേ ഫിംഗർ യൂസ് ചെയ്തിട്ട് ഞാൻ വരച്ച കേട്ടോ. അതായത് ആ ഒരു പൂ നിൽക്കുന്ന ഭാഗം കണ്ടില്ലേ, ആ ഒരു 3 റൗണ്ട് ഷേപ്പിലുള്ള ആ ഒരു ഫ്ലവർ വരച്ചിട്ടില്ല, അത് ഞാൻ ഫിംഗർ കൊണ്ട് ചെയ്താണ്. പിന്നെ ഹോപ്പ് എന്ന് എഴുതി. പിന്നെ കുറച്ച് റൗണ്ട് ഷേപ്പിലുള്ള കുറച്ച് പിങ്ക് കളറുള്ള റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുള്ള പേപ്പർ ഞാൻ അവിടെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 3 നമുക്ക് അടിക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ എന്തെങ്കിലും എഴുതേണ്ടത് വെച്ചാൽ ഞാനിതാ കുറച്ച് ടോട്ടോ എഴുതി കൊടുത്തത് അതിലേക്ക് പിങ്ക് ചേർന്നൊക്കെ എഴുതിയിട്ട്. അപ്പോൾ എൻ്റെ ചാനലിൽ സപ്പോർട്ട് ചെയ്യുക, ഇങ്ങനെ ഉണ്ടെന്ന് പറയണം കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലേക്ക് അമർത്തുക. എല്ലാവരും കൂടിക്കോളട്ടെ നമ്മുടെ ചാനൽ. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ബൈ.